ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫാണ്. ആൻഡ് ഇത് ഞാൻ ഈവനിങ്ങിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് രാവിലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മാത്രം സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈവനിങ്ങിൽ ഷൂട്ട് ചെയ്യുന്നത്. നോമ്പാകുമ്പോൾ പിന്നെ നമുക്ക് രാവിലെ ഒന്നും ഉണ്ടാവില്ലല്ലോ, വൈകുന്നേരമാണല്ലേ നമ്മളെല്ലാ പരിപാടിയും തുടങ്ങുക. ഫസ്റ്റിന് എനിക്ക് കൊറിയർ ഓഫീസിൽ പോകാണ്ടായിരുന്നു. ഞാനൊരു ഹാമ്പർ അയച്ചത് കസ്റ്റമറിന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും ചോദിക്കാൻ വേണ്ടി പോകാണ്ടായിരുന്നു ഓഫീസിൽ. അതിനുശേഷം പിന്നെ എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു റമദാൻ്റെ ഖുറാൻ സെറ്റ് ഹാമ്പറിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഗ്രീൻ കളറിൽ തന്നെ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രീൻ കളറിലുള്ള മുസല്ലിയും കൗണ്ടറൊക്കെ തപ്പിപ്പോയതാണ്. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അണ്ടർ സ്കാർഫും അതുപോലെ തന്നെ ഹാൻഡ് സോക്സ് ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. പുറത്ത് പോകുമ്പോൾ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനത്തെ വീഡിയോസ് എടുക്കുക എന്നുള്ളത്. അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് നേരം കിടന്ന് കുറച്ച് അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഡേ ആണ് റമദാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തിരി നിർബന്ധമാണ്. പത്തിരിയും ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വെച്ച്. നമ്മൾ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്തായാലും കുറേ ഉണ്ടാക്കിയാൽ ബാക്കിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് 2 ഫ്രൂട്ട്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, മാങ്ങയും പിന്നെ ചക്കരമത്തിയും. പിന്നെ അതിനുശേഷം ഞാൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം കലക്കാൻ തന്നു. നമ്മളിപ്പോൾ നന്നായി സ്ക്വാഷ് വെച്ചിട്ടാണ് കലക്കണത്. ഞാൻ കലക്കല്ല, മിക്സിയിലിട്ട് അടിക്കുകയാണ്. അതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്. ഇത് സമൂസക്കുള്ള ബാറ്ററാണ്. മസാലയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നമ്മൾ പത്തിരിയും ചുടുന്നുണ്ട്. പിന്നെയാണ് നോമ്പ് തുറക്കുമ്പോഴുള്ള വീഡിയോ എടുക്കുന്നത്. കാരണം സമൂസ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അതിൽ ഫുള്ള് ഹറിബറായിരുന്നു. സമൂസ ഉണ്ടാക്കി നമ്മൾ സമൂസ ഷീറ്റിലല്ല, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കിയ മാവിലാണ് ഉണ്ടാക്കിയത്. ടൈം ഉണ്ടായിരുന്നില്ല അതിനൊന്നും. പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൊതുവെ എന്ന് പറയുമ്പം നോമ്പ് തുറന്നതിന് ശേഷം തന്നെ ചായ കുടിക്കണതാണ് പൊതുവെ. നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇടയ്ക്ക് മാത്രം ഇശാക്ക് ശേഷം ചായ കുടിക്കാറുള്ളൂ. അപ്പോൾ ഇന്നും അങ്ങനെയായിരുന്നു. നമ്മൾ നോമ്പ് തുറന്ന പാടന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പത്തിരിയും ചിക്കൻ കറിയും പഴംപൊരിയും. അതിനുശേഷം നമ്മൾ രാവിലെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റിന് കൊടുത്തിട്ട് ടെസ്റ്റിന് റിസൾട്ട് ആയിട്ട് ഡോക്ടറെ അടുത്ത് പോകാനുണ്ടായിരുന്നു. അപ്പം അതിന് നേരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നോമ്പറന്നതിന് ശേഷമാണ് നമ്മൾ പോയത്. അങ്ങനെ ഡോക്ടറൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇനിയിപ്പോൾ ഇതാണ് ഇതിൻ്റെ ടേബിളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ടൈം 10 ആയിട്ടുണ്ട്. ടേബിളിൻ്റെ അവസ്ഥ നല്ലപോലെ കാണിച്ചു നമുക്ക് കണ്ടോ. ഇതാണ് ടേബിളിൻ്റെ അവസ്ഥ. നല്ല മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. ഇതിനിപ്പോൾ ക്ലീൻ ചെയ്യാണ്ട് എനിക്ക് ഒരു മോട്ടിവേഷനും കിട്ടില്ല. കാരണം എൻ്റെ ടേബിൾ എനിക്കിങ്ങനെ മെസ്സിയായി കാണുമ്പോൾ എൻ്റെ ഒരു ഫുള്ളി നെഗറ്റീവ് ഫീലാണ്. ഒന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നാളെ ക്ലാസ്സും ഉണ്ട്. ക്ലാസ്സിന് പോകാനുള്ള മൂടും കൂടി പോകും. പിന്നെ ഇതൊക്കെയാണ് ഇന്ന് പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന അണ്ടർ സ്കാർഫ്. മീൻസ് എൻ്റെ അടുത്തുള്ള തൊപ്പിത്തട്ടം കുറച്ച് നാശമായതുകൊണ്ട് പുതിയത് മേടിച്ചാണ്. പിന്നെ ഒരു പ്രയർ ഡ്രസ്സും ഈ ഒരു കൗണ്ടറും. ഇതൊരു പുതിയ മോഡൽ കൗണ്ടർ ഇട്ട് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ഇങ്ങനത്തെ കൗണ്ടർ. പിന്നെ ഇതാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന മുസല്ല, ഗ്രീൻ കളറിലുള്ളത്. പിന്നെ ഖുറാൻ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം 2-3 ദിവസം മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ കോർണറിലായിട്ട് സംഭവം ജസ്റ്റ് വെച്ച് കൊടുക്കാനുള്ളൂ. പിന്നെ ഇത് ഹാമ്പറിൽ സെറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഹാമ്പറിലുള്ള ബോക്സ് എൻ്റെ അടുത്തുള്ളത് വളരെ ചെറുതാണ്. അതിലതിലൊക്കെ ഈ മുസല്ല കൊള്ളണില്ല. അപ്പോൾ നാളെ ഇനി ഇൻഷാല്ലാ പുതിയത് മേടിച്ചിട്ട് വരണം. ഇത് ഞാൻ മേടിച്ചൊരു പ്ലാനറാണ് ഗായ്സ്. ഇതെന്തിനാണ് മേടിച്ചത്? ഈ പ്ലാൻ ചെയ്യാൻ. എന്നിട്ട് ഞാൻ ഇതിൽ എന്താ ചെയ്തിരിക്കുന്നത്, ഫെബ്രുവരിയിൽ റമദാൻ, ജനുവരി ഒക്കെ കറക്റ്റാക്കി എഴുതി വെച്ച്. എന്നിട്ട് ഫെബ്രുവരി പിന്നെ റമദാൻ്റെ ഫസ്റ്റ് ഡേയിൽ ഞാൻ തുറക്കും. വീക്ക്ലി ഗോൾസ് കാണിച്ചു തരാം. അതാണ് ഏറ്റവും രസം. റമദാൻ്റെ ഫസ്റ്റ് വീക്കിലേക്ക് എഴുതാൻ പറ്റിയില്ല. ഫസ്റ്റ് ആഴ്ച ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പ്ലാനർ, ഉപയോഗിച്ചില്ല. രണ്ടാമത്തെ ആഴ്ച ഞാൻ എഴുതിച്ച്. സംഭവം ഈ വീക്ക്ലി ഗോൾസ് എങ്ങനെ ഉപയോഗിക്കേണ്ടത് കൂടി എന്താ ഇതിൽ എഴുതാന്ന് കൂടി അറിയില്ല. നോക്ക്, ഇനിയിപ്പോൾ ഫെബ്രുവരിയിലാണ്. എനിക്ക് പറ്റിയ പണിയില്ല സത്യം പറഞ്ഞാൽ. ഇല്ല, ഈ പ്രറ്റി ആയിട്ടുള്ള ഈ നോട്ട്ബുക്ക് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താൽ, മൈ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് തന്നത്. ബുക്ക് എൻ്റെ കസിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് എൻ്റെ ബർത്ത്ഡേക്ക്. ആ ബർത്ത്ഡേയുടെ ജേർണലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്.
എല്ലാം കണ്ട. അപ്പോൾ അതൊക്കെ എല്ലാവരും ചാനലിൽ പോയി കാണുക. ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് വെച്ചാൽ എന്താ ഇല്ല, ടുമോറോ ഈസ് ഫ്രൈഡേ ഗായ്സ്. ഫ്രൈഡേ നമുക്ക് 2 മണിക്ക് ക്ലാസ്സില്ല. അപ്പോൾ എത്ര 6 മണി കൊണ്ടുവരില്ല. ഫസ്റ്റ് ഇവിടെ താരി. അപ്പോൾ എന്തായാലും അടി ഉറപ്പാണ്, കൂട്ട് ഇതില്ല. നെക്സ്റ്റ് മിഷൻ ഈസ് ദിസ് ബുക്കുകൾ, നോട്ട് ബുക്സും മറ്റതൊക്കെ വെവ്വേറെ ആക്കി തിരികെയാണ്. സോ ലെറ്റ്സ് ഗോ. ഇതെൻ്റെ പപ്പ എനിക്ക് തന്നിക്ക് ബാഗാണ്. അതിന് മാത്രം വലിയ മെസ്സിനസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ക്ലീനാക്കി വന്നപ്പോഴും മനസ്സിലായത്. പിന്നെ താത്താക്കാണെങ്കിൽ ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ട് പറഞ്ഞിട്ട് ഉള്ളു തട്ടിക്കൂട്ട് ബിരിയാണി വെച്ചതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിച്ച്. കുറച്ച് ബിരിയാണി നല്ല ചൂടുണ്ടായിരുന്നു, അതാണ് ഞാനിങ്ങനെയൊക്കെ എടുത്ത് ഉഴക്കണത്. പിന്നെ അതിന് ശേഷം നിസ്കരിക്കാനാണ്, പ്രയർ ചെയ്യാനാണ് പോയത്. പ്രയർ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ നേരെ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഫോണിൽ സ്റ്റോറേജ് നിറഞ്ഞു, പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നേരെ പോയി കിടന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. സോ അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ.